ഇന്ന് എൻ്റെ സ്കൂളിൽ, അതായത് 10 വർഷം മുമ്പ് ഞാൻ പഠിച്ചിറങ്ങിയ എൻ്റെ സ്കൂളിൽ ഇന്ന് സ്പോർട്സ് ആയിരുന്നു. അപ്പോൾ സ്പോർട്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ഒരു 600 മീറ്റർ പോലും ഓടാൻ പറ്റുന്നില്ല. അതോടൊപ്പം ഒരുപാട് ഫാറ്റി പിള്ളേരും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ജനറേഷൻ. അപ്പോൾ വേറൊന്നുമില്ല, ഹൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ബയോളജിക്ക് പറഞ്ഞാൽ അവർ പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ വേണ്ട, അത് നമുക്ക് അതിലേക്കൊന്നും ചിന്തിക്കണ്ട. നമ്മളിപ്പോൾ കാണുന്ന ഈ പറയുന്ന ക്യാൻസറുകളിലെ എല്ലാവരും ക്യാൻസർ ഒന്ന് മരിക്കുന്നു, ഹാർട്ട് അറ്റാക്ക് വരുന്നു, സ്ട്രോക്ക് വരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആരും ചിന്തിക്കുന്നില്ല. നിങ്ങളെല്ലാം ഒരിക്കലും നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു കുഴിയിൽ നിന്ന് ചിന്തിക്കരുത്. ഓക്കെ, ഈ 2025 അല്ലെങ്കിൽ ഈ പറയുന്ന 20 വർഷം കുഴിയിൽ നിൽക്കരുത്. നിങ്ങൾ പോകേണ്ടത് നിങ്ങളുടെ അപ്പനപ്പന്മാരുടെ ആ ഒരു പ്രായത്തിലേക്ക് പോകണം. ഈ പറയുന്ന ഡോക്ടർമാരില്ല, ഈ പറയുന്ന ജങ്ക് ഫുഡില്ല, ഈ പറയുന്ന ഒരു ഫോറിൻ കൺട്രിയുടെ ഇൻവെൻഷൻ ഇല്ല. അപ്പോൾ ആ ഒരു സമയത്ത് അവർ ഹെൽത്തി ആയിരുന്നു. 100-110 വർഷം അവർ ജീവിച്ചു. അപ്പോൾ അത് തന്നെയാണ് റിലാക്സ് ഫോർസ് ഈ പറയുന്ന എല്ലാവിധ സ്റ്റഡീസ് നടത്തിയത്. യാതൊരു ഗൂഗിളോ അല്ലെങ്കിൽ യാതൊരു ഡോക്ടർമാരുടെ വിഡിത്തരങ്ങൾ കൊണ്ടല്ല. ഓക്കെ, അതോടൊപ്പം മീഡിയസ് തരുന്ന ശുദ്ധമായ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ന്യൂസ് കൊണ്ടുമല്ല. ഞങ്ങൾ കണ്ടുപിടിച്ചത് ഇത് കമ്പാരിസനാണ്. അതായത് ഇപ്പോഴത്തെ ജനറേഷനും പണ്ടുണ്ടായ ജനറേഷനും അല്ലേ, എൻ്റെ അച്ഛാമ്മ അപ്പ ആ ഒരു കൺസെപ്റ്റിൽ അതോടൊപ്പം വേദങ്ങൾ വഴിയും അതോടൊപ്പം എല്ലാവിധ ശരീരം എന്താണെന്ന് പഠിച്ചു. അപ്പോൾ അതിനെ ഡിഫീറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. അത് തന്നെയാണ് അവരോട് ചെയ്യുന്നത്. ഓക്കെ, അതായത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ മെർക്കുറി, ഓക്കെ, പർട്ടിക്കുലർ മാറ്റർ, ലെഡും കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ഇതെല്ലാം പോരായിട്ട് മെർക്കുറിയും കൂടി. ഓക്കെ, മെർക്കുറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഗതം ഹോഗയാ. പക്ഷേ ഇവിടെ ആർക്കും ഇത് അറിയില്ല. ആൾക്കാരെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ് പണത്തിന് പുറകെ. പണം ആ ബാങ്കർസിൽ അവർ കൊണ്ടുപോയും കഴിഞ്ഞു. പക്ഷെ അതുപോലും തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി എത്തിയിട്ടില്ല. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ പറയുന്ന എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങൾ, ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഇതെല്ലാം നിങ്ങൾ ആ ഒരു വിക്ടിം മാത്രമാണ്. ഓക്കെ, നിങ്ങൾ പണത്തിന് വേണ്ടി ഓടിച്ചു, പണത്തിന് വേണ്ടി ഓടിച്ചു. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും പണം കിട്ടില്ല. അപ്പോൾ ആരോഗ്യം അവർ കവർന്നെടുത്തു. ഇനി വരാൻ പോകുന്നൊരു തലമുറയെ അവരില്ലാതാക്കുകയും തന്നെ ചെയ്യും. കാരണം ഇപ്പോൾ കാണുന്ന എല്ലാവിധ അല്ലേ, ഒരു പ്രഗ്നൻസി പിടിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ കുടിക്കുന്നത്, നിങ്ങൾ കഴിക്കുന്നത്, നിങ്ങൾ ശ്വസിക്കുന്നത് എല്ലാം വിഷമായി കഴിഞ്ഞു. ഇതെല്ലാം നമുക്ക് തരുന്ന ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ ജുഡീഷ്യറി സിസ്റ്റം എല്ലാം അറിഞ്ഞുകൊണ്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതോടൊപ്പം റിലാക്സ് ഫോർസും ഉണ്ട്. അപ്പോൾ നേപ്പാളിലൊക്കെ കണ്ടില്ലേ, അവിടെ തീയെല്ലാം വിട്ടു, അതോടൊപ്പം മന്ത്രിമാരെയൊക്കെ തല്ലി പരുവാക്കി. കാരണം ഇനി വരാൻ പോകുന്ന യങ്സ്റ്റേഴ്സ് അവർക്ക് മനസ്സിലായി, ഇനിയും ഈ വിഡ്ഢികളുടെ കയ്യിൽ ഈ ഒരു അധികാരം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ അപ്പന്മാരുടെ കയ്യിൽ ഈ ഒരു അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ കൊല്ലും. അല്ലേ, ഒരു പ്രായഭേദമന്യേ പീഡിപ്പിക്കുന്നു. പീഡിപ്പിച്ച ആൾക്കാർക്ക് കൊണ്ടുപോയി നല്ല മട്ടൻ ബിരിയാണി കൊടുക്കുന്നു. എന്താ ഇത്, കള്ളും കഞ്ചാവും മയക്കുമരുന്നും കൊടുത്ത് ആത്മാവിനെ ചീത്തയാക്കി. അല്ലേ, ആൾക്കാർക്ക് അറിയില്ല പരസ്പരം എന്താണ് നടക്കുന്നത് പോലും അറിയില്ല. അമ്മേനെ അറിയില്ല, അച്ഛനെ അറിയില്ല, പെങ്ങളെ അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു മൃഗപരിവർത്തനം വരെ അവരവിടെ ആക്കി കഴിഞ്ഞിരിക്കുന്നു കംപ്ലീറ്റ്ലി. ഓക്കെ, ഭക്ഷണവും ആത്മാവും ശരീരവും എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി വേറൊന്നുമല്ല, ഇനി ആ നശിപ്പിച്ചവരെ നശിപ്പിക്കേണ്ട സമയമായി കഴിഞ്ഞു. അതുതന്നെയാണ് റിലാക്സ് ഫോർസും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡവും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഭൂമി മുഴുവൻ ഞങ്ങൾ പച്ച പുതപ്പിക്കുന്നതാണ്. അതോടൊപ്പം ഈ ഭൂമിയെ നശിപ്പിച്ചവരെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ്. കാരണം അത് വേണം, ആ സമയം എത്തിക്കഴിഞ്ഞു. ഓക്കെ, 2026 മുതൽ റിലാക്സ് ഫോർസും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം ആയിരിക്കും ഈ ഒരു ഭൂമി ഭരിക്കുന്നതും ഈ ഭൂമിയിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും ആരോഗ്യവും എല്ലാം നൽകുന്നത്.